കട്ടപ്പന നഗരസഭ കൗൺസിൽ യോഗം നടന്നു. 40 അജണ്ടകളായിരുന്നു കൗൺസിൽ യോഗം മുമ്പാകെ വന്നത്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പദ്ധതികളുടെ ടെൻഡറുകളും പദ്ധതികളിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് കൗൺസിലിൽ എത്തി. ഇവയെല്ലാം കൗൺസിലിൽ പാസാക്കി. കട്ടപ്പന നഗരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണുവാൻ സെൻട്രൽ ജംഗ്ഷൻ, ഇടുക്കിക്കവല, ഗുരുമന്ദിരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ അടക്കം സ്ഥാപിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് കൗൺസിൽ തീരുമാനമായി. തൊട്ടടുത്ത ദിവസം തന്നെ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുന്നതിനും തീരുമാനമായി. കട്ടപ്പന നഗരസഭയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്കുള്ള പെർമിറ്റ് നൽകുന്ന കാര്യത്തിലും തീരുമാനമുണ്ടായി. ഏപ്രിൽ 15-നകം ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുശേഷം നഗരസഭാ അധികൃതർ വിവിധ യൂണിയനുകളിലെ പ്രതിനിധികൾ അടക്കമുള്ളവരെ വിളിച്ചു ചേർത്ത് യോഗം നടത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനും തീരുമാനമായി. മുനിസിപ്പാലിറ്റിയുടെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ വളരെ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട ചില വർക്കുകളുടെ ടെൻഡറുകളും അതോടൊപ്പം തന്നെ ചില ടെൻഡറുകളിൽ വരുത്തേണ്ട മാറ്റങ്ങളുമൊക്കെയാണ് പ്രധാനമായിട്ടും പരിഗണിക്കപ്പെട്ടത്. അവിടെ ആ വർക്ക് അതെല്ലാം നമ്മൾ ഇന്ന് അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമീണ റോഡുകൾ PWDക്കും അതോടൊപ്പം തന്നെ MLAയുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഇതുകൂടാതെ കട്ടപ്പന നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി സാമ്പത്തിക വർഷത്തെ പദ്ധതി അംഗീകാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തു. കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട 9 റോഡുകൾ പൊതുമരാമത്ത് വകുപ്പ് മുഖേന നിർമ്മിക്കുന്നതിന് റോഡ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തു. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സുകൾക്ക് സർവീസ് നടത്തുവാൻ അനുവദിച്ചു കൊടുക്കുവാനുള്ള ആലോചനയുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നൽകിയ അപേക്ഷയുമേൽ കൗൺസിലിൽ ചർച്ച നടന്നു. KSRTC പഴയ ബസ് സ്റ്റാൻഡിൽ സർവീസ് നടത്തിയാൽ പ്രൈവറ്റ് ബസ്സുകളുടെ സർവീസിനെ ദോഷകരമായി ബാധിക്കുമെന്നും ആയതിനാൽ KSRTCക്കും പ്രൈവറ്റ് ബസ്സിനുമായി പഴയ ബസ് സ്റ്റാൻഡ് വീതിച്ചു നൽകണമെന്നുമാണ് അസോസിയേഷൻ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. 40ഓളം അജണ്ടകളായിരുന്നു കൗൺസിൽ മുമ്പാകെ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.